സൺഡേ ആയതുകൊണ്ട് രാവിലെ തന്നെ ഫ്രണ്ട്സ് എല്ലാവരും വന്നിരുന്നു. ഞങ്ങൾ നേരെ സങ്കേതത്തിലേക്ക് വിട്ടു. മഴക്കാലമായതുകൊണ്ട് ഇവിടെ ഒരു പൊളി വൈബ് തന്നെയാണ്. ഇവിടേക്ക് എത്തുമ്പോഴേ സിദ്ധാർത്ഥ അക്ഷയൊക്കെ പറഞ്ഞതാണ് നല്ല തിരക്കേക്കും, കാരണം ഞായറാഴ്ചയും കൂടി ആയതുകൊണ്ട്. പക്ഷേ എന്തായാലും ഒന്ന് കറങ്ങിയിട്ട് പോകാമെന്ന് വിചാരിച്ച് വന്നതാണ്. പക്ഷേ തിരക്കുകൊണ്ട് അവിടെ ഒന്നും നിൽക്കാൻ പറ്റുന്നില്ല. ഫോട്ടോസും വീഡിയോസും എടുക്കാനൊക്കെ ഒരുപാട് ആൾക്കാരും തിരക്കായതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. കുറച്ച് നീന്തണം എന്നൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ അവിടെയും നല്ല തിരക്കാണ്. അങ്ങനെ കുറച്ച് നേരം അവിടെയൊക്കെ തിരിഞ്ഞ് കളിച്ചപ്പോൾ അക്ഷയ് പറഞ്ഞു കുറച്ചും കൂടി ഉള്ളിലേക്ക് പോവാം, അവിടെ തിരക്കില്ലാത്തൊരു സ്പോട്ട് ഉണ്ട്. അങ്ങനെ ഞങ്ങൾ കാറെടുത്ത് അങ്ങോട്ടേക്ക് വിട്ടു. അങ്ങനെ അക്ഷയും സിദ്ധാർത്ഥും പറഞ്ഞ സ്പോട്ടിലെത്തി. അവർ പറഞ്ഞ പോലെ തന്നെ ഇവിടെ വലിയ തിരക്കൊന്നുമില്ല. കുറച്ച് ആൾക്കാർ മീൻ പിടിക്കാൻ വന്നിട്ടുണ്ട്, വേറെ ആരുമില്ല. അപ്പം ഞങ്ങൾ ഇവിടെ തന്നെ നിൽക്കാമെന്ന് കരുതി. ഞങ്ങളും ചൂണ്ടയ്ക്കായിട്ടാണ് വന്നത്. എന്തായാലും ഇവിടെ നിന്ന് കുറച്ച് മീൻപിടുത്തം കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് പോകാമെന്ന് കരുതി. എന്തായാലും കുറച്ചും കൂടി ഉള്ളിലേക്ക് വന്നത് നന്നായിരുന്നു. ഇവിടെ എത്തിയപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി, കാരണം ഒരു രക്ഷയില്ല, അടിപൊളി സ്ഥലം. ക്യാമറ എവിടെ വെച്ചാലും നല്ല അടിപൊളി ഫ്രെയിം. അങ്ങനെ കുറച്ച് നേരം അവിടുത്തെ കാഴ്ചയൊക്കെ കണ്ടു കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ പതുക്കെ ചൂണ്ടടാനുള്ള പരിപാടി തുടങ്ങി. അങ്ങനെ അക്ഷയും സിദ്ധാർത്ഥും ചൂണ്ടയൊക്കെ കെട്ടാൻ തുടങ്ങി. ഒരു വടിയൊക്കെ എടുത്ത് അതിൽ ചൂണ്ടക്കാരും കെട്ടി പതുക്കെ പരിപാടി തുടങ്ങി. കുറച്ചാൾക്കാർ അപ്പുറത്ത് വീശുവലി കയറുന്ന നല്ലോണം മീൻ പിടിക്കുന്നുണ്ട്. അതൊക്കെ കണ്ടിട്ടാണ് ഞങ്ങളും ചൂണ്ടയൊക്കെ നിട്ട് നോക്കാമെന്ന് കരുതിയത്. പക്ഷേ ആദ്യത്തെ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ഞങ്ങളെ ചൂണ്ടൽ മാത്രം ഒന്നും കൊത്തുന്നില്ല. പക്ഷേ ശ്രമം ഉപേക്ഷിക്കാൻ സിദ്ധാർത്ഥ് തയ്യാറല്ലായിരുന്നു. അങ്ങനെ അവൻ വീണ്ടും ചൂണ്ടിട്ടും കൊണ്ട് നിൽക്കുന്നുണ്ട്. അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ഞാനും അക്ഷയം വേറെയും ചൂണ്ട കിട്ടി ഞങ്ങളും ചൂണ്ടിടാൻ തുടങ്ങി. അപ്പോൾ സിദ്ധാർത്ഥ് പറഞ്ഞാൽ എല്ലാവരും കൂടി ഒരു ഭാഗത്തു നിന്ന് ചൂണ്ടിട്ടാൽ ഒന്നും കിട്ടില്ല, ഞാൻ കുറച്ച് മാറി നിൽക്കാമെന്ന്. അങ്ങനെ അവൻ വയലിൽ കൂടെ നടന്ന് കുറച്ച് അപ്പുറത്തേക്ക് മാറി നിന്ന് ചൂണ്ടിടാൻ തുടങ്ങി. അങ്ങനെ സിദ്ധാർത്ഥ് പോയതിൻ്റെ തൊട്ട് പിറകെ അബി അവൻ്റെ അടുത്തേക്ക് പോയി. വയലിലെ വെള്ളം എന്നൊക്കെ പറഞ്ഞാൽ തെളിഞ്ഞ വെള്ളം, വയലിൻ്റെ അടിത്തട്ട് വരെ വളരെ വ്യക്തമായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഞങ്ങളും വെള്ളത്തിൽ ഇറങ്ങി നോക്കിയപ്പോൾ കുറേ മീൻ കുഞ്ഞുങ്ങൾ മാത്രമേ ഉള്ളൂ, വലിയ മീനുകളൊന്നും കാണാനില്ല. മീൻ കുഞ്ഞുങ്ങൾ ഞങ്ങളെ കാലിൻ്റെ ഇടയിൽ കൂടെ ഒക്കെ ഓടി കളിക്കുന്നുണ്ട്. അങ്ങനെ കുറച്ച് സമയത്തിന് ശേഷം ഞാനും അക്ഷയും ഞങ്ങളെ ചൂണ്ട ഒരു ഭാഗത്ത് കുത്തിവെച്ച് പതുക്കെ സിദ്ധാർത്ഥിൻ്റെ അടുത്തേക്ക് പോയി. കാരണം ഞങ്ങൾക്കൊന്നും കിട്ടുന്നില്ല. സിദ്ധാർത്ഥാണ് ഇടയ്ക്കിടയ്ക്ക് ചൂണ്ടയൊക്കെ വലിക്കുന്നതൊക്കെ കാണുന്നുണ്ട്. എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടി ഞങ്ങളൊന്ന് അങ്ങോട്ടേക്ക് പോയി നോക്കി. ഞങ്ങൾ വെള്ളത്തിൽ കൂടെ വരുമ്പോൾ വെള്ളത്തിൽ അട്ടുണ്ട്, മണ്ടിലുണ്ട് എന്നൊക്കെ പറഞ്ഞ് കുറേ പേടിപ്പിച്ചു. എവിടെ നല്ല തെളിഞ്ഞ വെള്ളം, എന്തുണ്ടെന്നല്ല വ്യക്തമായിട്ട് കാണാൻ പറ്റും. സത്യം പറഞ്ഞാൽ വെള്ളത്തിൽ കൂടെ നടക്കാൻ ഒരു പ്രത്യേക സുഖം തന്നെയാണ് കേട്ടോ. അത് നല്ല തെളിഞ്ഞ തണുത്ത വെള്ളം. ഞാൻ അവിടെ എത്തി അപ്പം തന്നെ സിദ്ധാർത്ഥ തന്നെ വീണ്ടും കരയിലേക്ക് എന്നെ ഓടിച്ചു. ഇര തീർന്നു, ഇരയുള്ള പാത്രം എടുത്ത് വാങ്ങാറുണ്ട്. അങ്ങനെ ഞാൻ വീണ്ടും മുകളിൽ കയറിയപ്പോഴാണ് ദൂരെ കുറച്ച് ചേട്ടന്മാർ വീശുവലാണ് മീൻ പിടിക്കുന്നത് കണ്ട്. പിന്നെ ഞാൻ അത് നോക്കി അവിടെ നിന്നുപോയി. അങ്ങനെ വയലിൻ്റെ നടുവ് പോയി ചൂണ്ടടിച്ച് ഒന്നും കിട്ടാതെ ഇപ്പോൾ സിദ്ധാർത്ഥിനും ആകെ ദേഷ്യം പിടിച്ചു. അങ്ങനെ തിരിച്ച് കരയിലേക്ക് വരുമ്പോഴാണ് ചെറിയൊരു ക്യാന് കിട്ടി. സിദ്ധാർത്ഥ് അതിൽ കുറച്ച് മൈദപ്പൊടി കെട്ട് വയലിൻ്റെ നടുവിലേക്ക് ഇട്ടു. അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും വന്ന് ആ കന്നാസ് എടുത്ത് തിരിച്ച് കരയെ കൊണ്ടുവന്ന് ഒഴിച്ചു നോക്കിയപ്പോൾ അതിൽ ചെറിയ മീൻകുട്ടികളുണ്ടായിരുന്നു. അതാണെങ്കിൽ വളരെ ചെറിയ മീൻകുട്ടികളാണ്. അപ്പോൾ ഞങ്ങൾ അതിനടുത്ത് പതുക്കെ വയലിലേക്ക് ഇട്ടേക്കാമെന്ന് കരുതി. അങ്ങനെ 2 മീൻകുട്ടികളുണ്ടായിരുന്നത്. അതിലൊന്ന് ബ്രാൻഡിൻ്റെ കുട്ടിക്കാണ് സിദ്ധാർത്ഥ് പറയുന്നുണ്ട്. ഞങ്ങൾക്കാർക്കും സത്യം അറിയില്ല. കാണാൻ നല്ല ഭംഗിയൊക്കെ ഉണ്ടായിരുന്നു, നല്ല ചുവപ്പ് പാലൊക്കെ ആയിട്ട്. അങ്ങനെ 2 എണ്ണത്തിനെ എടുത്ത് തിരിച്ച് വെള്ളത്തിലേക്ക് തന്നെ ഇട്ടേച്ചു. അങ്ങനെ കുറച്ച് നേരം കൂടി കാഴ്ചകളൊക്കെ കണ്ട് അവിടെ തന്നെ നിന്നു. പക്ഷേ മീനൊന്നും കിട്ടാത്തതുകൊണ്ട് ഞങ്ങൾ ആകെ നിരാശരായിരുന്നു. അപ്പോൾ സിദ്ധാർത്ഥും അക്ഷയും പറഞ്ഞു ഇനി ഇവിടെ നിന്ന് വെറുതെ സമയം കളയണ്ട, നമുക്ക് നേരെ അടുത്ത ലൊക്കേഷനിലേക്ക് വിടാം. അങ്ങനെ അടുത്തത് എവിടെ പോകുമെന്ന് വിചാരിച്ച് നിൽക്കുമ്പോഴാണ് അക്ഷയ പറഞ്ഞത് നമുക്ക് ചെട്ടിക്കടവ് പാലത്തിന് അവിടേക്ക് പോകാമെന്ന്. അവിടെയും അത്യാവശ്യം മീനൊക്കെ കിട്ടുന്നൊരു സ്പോട്ടൊക്കെയാണെന്നാണ് പറഞ്ഞത്. മഴക്കാലമല്ലേ, എല്ലായിടത്തും മീൻ കിട്ടുന്ന സമയമാണ്. എന്തായാലും അടുത്തത് ചെട്ടിക്കടവെങ്കിൽ ചെട്ടിക്കടവ്, അങ്ങോട്ടേക്ക് പോകാമെന്ന് കരുതി വണ്ടി എടുത്തു. എല്ലാവർക്കും നല്ലോണം വിശക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഉച്ചയാകുമ്പോഴത്തേക്ക് മീനൊക്കെ പിടിച്ചു വീട്ടിൽ പോയി സപ്പറടിക്കാന്നൊക്കെയാണ് വിചാരിച്ചത്. പക്ഷേ ഒന്നും നടന്നില്ല. പോകുന്ന വഴിക്ക് എന്തെങ്കിലും കഴിക്കാമെന്നൊക്കെ പറഞ്ഞ് ചെട്ടിക്കടവിലേക്ക് വണ്ടി വിട്ടു. അങ്ങോട്ടേക്ക് പോകുമ്പോൾ ഞങ്ങൾ അനസിനെ ഒന്ന് ചുമ്മാ വിളിച്ചിരുന്നു. അവരൊന്ന് ലീവായതുകൊണ്ട് വരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ നേരെ ചെട്ടിക്കടവിലേക്ക് എത്തിക്കൊള്ളാനാണ് പറഞ്ഞത്. അങ്ങനെ ഞങ്ങളവിടെ എത്തി കുറച്ച് നേരം കാഴ്ചകളൊക്കെ കണ്ടു. അപ്പോൾ ബോസ് എത്തിയില്ല. പിന്നെ അക്ഷയ് വീണ്ടും അവനെ വിളിച്ചു നോക്കിയപ്പോൾ എത്താനായി എന്നൊക്കെയാണ് പറഞ്ഞത്. അങ്ങനെ അവനെയും കാത്ത് കുറേ നേരം അവിടെ നിന്നു. അങ്ങനെ അധികം സമയം കാത്തു നിൽക്കേണ്ടി വന്നില്ല. അപ്പോഴത്തേക്ക് അനസൊക്കെ അവിടെ എത്തി. ആൾ ഭയങ്കര നാണക്കാരനാണ്. ക്യാമറയുടെ മുഖം കാണിക്കാനൊക്കെ ഭയങ്കര മടിയുണ്ട്. എന്നാലും ഒരു വിധത്തിലൊക്കെ അവിടെ നിന്ന് തന്നു. അങ്ങനെ ഞങ്ങൾ അടുത്തത് എവിടെ പോയി ചൂണ്ടിടുന്നുള്ളൊരു കൺഫ്യൂഷനിലായിരുന്നു. സിദ്ധാർത്ഥ് ഓരോ ആംഗിളൊക്കെ പോയി നോക്കി നിൽക്കുന്നുണ്ട്.
പുഴയിലാണെങ്കിൽ നല്ലോണം വെള്ളമുണ്ട്, പക്ഷേ ഒഴുക്ക് കുറവായതുകൊണ്ട് മീൻ ഉണ്ടാവുന്നൊക്കെയാണ് അവൻ പറയുന്നത്. പിന്നെ ഞങ്ങൾ ഇതുവരെ പോയിട്ട് എവിടെ പോയിട്ട് മീൻ കിട്ടിയില്ല. എവിടുന്നെങ്കിലും എന്തെങ്കിലും കിട്ടണം എന്നുള്ളൊരു വാശിയിലാണ് പോയത്. സിദ്ധാർത്ഥ് കുറേ കാലത്തിന് ശേഷം ഹൻസിക്കാനെ കാണുന്നത്, അതുകൊണ്ട് കുറേ സ്നേഹപ്രകടനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിനുശേഷം ഞങ്ങൾ പതുക്കെ കാറിൽ നിന്ന് ചൂണ്ടയും ബാക്കി സാധനങ്ങളൊക്കെ എടുത്ത് നേരെ ചൂണ്ടിടാൻ വേണ്ടി പാലത്തിൻ്റെ അടിയിലേക്ക് പോയി. ഹൻസിക്കേൻ്റെ വക കുറേ വീരവാദങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇത്തവണ അവനും കൂടി ഉള്ളതിനെ കൊണ്ട് നല്ലോണം മീൻ കിട്ടും, നമുക്ക് കൈ വീശി പോകേണ്ടി വരില്ല എന്നൊക്കെയാണ് പറഞ്ഞത്. അങ്ങനെ അവൻ പറഞ്ഞത് സത്യമാവട്ടെ എന്ന് മനസ്സിൽ ഞങ്ങളും ആഗ്രഹിച്ചു. കാരണം രാവിലെ തൊട്ട് തുടങ്ങിയ മീൻപിടുത്താ. മീനിന് ഇര കൊടുക്കലല്ലാതെ ഇതുവരെ ഒരു മീൻ ഞങ്ങൾക്ക് കിട്ടിയില്ല. ഇവിടുന്നെങ്കിലും എന്തെങ്കിലും കിട്ടുമെന്ന് പ്രതീക്ഷിച്ചു. പക്ഷേ പതിവ് പോലെ തന്നെ കുറേ നേരം ഇവിടെയും ചൂണ്ടിട്ട് നിന്നല്ലാതെ ഒരു മീനും കിട്ടിയില്ല. പിന്നെ വിശപ്പ് സഹിക്കാൻ വയ്യാതെയപ്പോൾ തൊട്ടടുത്തുള്ള ചായക്കടയിൽ കയറി. പുറത്താണെങ്കിൽ നല്ല മഴ, കടയിലോ ചേട്ടൻ നല്ല ചൂട് പഴംപൊരിയും ബോണ്ടയും ഉണ്ടാക്കുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ആദ്യം ഓരോ ചായയും ഓരോ ബോണ്ടയും പറഞ്ഞു. ചേട്ടൻ നല്ല ചൂട് ബോണ്ട എടുത്ത് ഞങ്ങൾക്ക് കൈകളിലേക്ക് ഇങ്ങ് തന്നു. സത്യം പറയാലോ, നല്ല അടിപൊളി ബോണ്ടയായിരുന്നു. പുറത്ത് നല്ല മഴയും കൂടി ആയതുകൊണ്ട് നല്ല ചൂട് ബോണ്ടയും ചായയും കുടിക്കുമ്പം കിട്ടുന്നൊരു സുഖം പറഞ്ഞറിയിക്കാൻ പറ്റില്ല. പിന്നെയാണെങ്കിൽ നല്ല വിശപ്പുമുണ്ട്. അതുകൊണ്ട് ഒരു ബോണ്ടയിലൊന്നും നിൽക്കില്ലെന്ന് ഞങ്ങൾക്ക് ഉറപ്പായിരുന്നു. ആദ്യം ഒരു ബോണ്ട വാങ്ങി, പിന്നെ ഓരോ പഴംപൊരി വാങ്ങി, പിന്നെ ഓരോ ബോണ്ട വാങ്ങി, പിന്നെ ഓരോ നുറുക്ക് വാങ്ങി. അങ്ങനെ വയറൊക്കെ അത്യാവശ്യം നിറച്ചതിന് ശേഷം അവിടുന്ന് ഇറങ്ങി അടുത്ത ലൊക്കേഷനിലേക്ക് വിട്ടു, തെങ്ങിലക്കടവ് പാലത്തിനടുത്തേക്ക്. അങ്ങനെ ഇവിടെ എത്തിയപ്പോൾ ഞങ്ങൾക്ക് ചെറിയ പ്രതീക്ഷ ബാക്കിയുണ്ടായിരുന്നു. കാരണം ഒരുപാട് ആളുകൾ ഇവിടുന്ന് ചൂണ്ടയിട്ട് മീൻ പിടിക്കുന്നുണ്ട്, അതുകൊണ്ട് എന്തെങ്കിലും കിട്ടുമെന്നൊക്കെ വിചാരിച്ചു. അങ്ങനെ ഞങ്ങളുടെ കയ്യിൽ ചൂണ്ട കിട്ടിയ വടിക്ക് നീളം കുറവായതുകൊണ്ട് തൊട്ടടുത്ത കാട്ടിൽ കയറി നല്ല നീളമുള്ളൊരു വടി വെട്ടിയെടുത്തു. സിദ്ധാർത്ഥിനായിരുന്നു നിർബന്ധം, കാരണം വയലിലേക്ക് നീട്ടി എറിയണം എന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെ ബാക്കിയുള്ള കുറച്ച് അരിയും ചൂണ്ടയും എല്ലാം കൂടി എടുത്ത് വയലിലേക്ക് അങ്ങോട്ട് ഇറങ്ങി. കയ്യിൽ കുറച്ച് അരിയും കൂടി ബാക്കിയുള്ളൂ, അതും കൂടി കഴിഞ്ഞാൽ പിന്നെ പരിപാടി അവസാനിപ്പിക്കാം. ഇവിടുന്നെങ്കിലും എന്തെങ്കിലും കിട്ടുമെന്ന് വിചാരിച്ചു. എവിടുന്ന്? കുറേ നേരം ചൂണ്ടിയും പിടിച്ച് ആ വയലിൽ അവിടെ നിന്നു. കുറേ മഴയും കൊണ്ടു. പിന്നെ ആകെ ഉണ്ടായൊരു ഗുണം, കുറേ പ്രകൃതി ഭംഗി ആസ്വദിക്കാൻ പറ്റി. വേറെ പ്രത്യേകിച്ച് യാതൊരു ഗുണമില്ല. ചൂണ്ട ഞങ്ങൾ ഓരോരുത്തരായി മാറി മാറി ഇട്ട് നോക്കി. ആരിട്ടിട്ടും അതിലൊരു മീൻ പോലും കൊത്തിയില്ല. അങ്ങനെ ഞങ്ങൾക്കൊക്കെ ഏകദേശം പരിപാടി മതിയായി. പക്ഷേ സിദ്ധാർത്ഥനായിരുന്നു അപ്പോഴും എന്തെങ്കിലും പിടിക്കാനുള്ളൊരു വാശി ബാക്കിയുണ്ടായിരുന്നത്. പക്ഷേ നല്ല മഴക്കാർക്ക് വരാൻ തുടങ്ങിയപ്പോൾ അബി ആദ്യം ഓടി. പിന്നെ ഞങ്ങൾ സിദ്ധാർത്ഥനെ പറഞ്ഞ് മനസ്സിലാക്കി നമുക്ക് അടുത്ത ആഴ്ച വന്നിട്ട് കുറച്ചും കൂടി ഉഷാറായിട്ട് പിടിക്കാമെന്നൊക്കെ പറഞ്ഞ് ഒരു വിധത്തിൽ അവനെ കൺവിൻസ് ചെയ്ത് തിരിച്ച് കാറിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോയി. ഞങ്ങൾ കാറിൻ്റെ അടുത്ത് എത്തിയപ്പോഴത്തേക്ക് ഇങ്ങനെ മഴ നല്ലോണം പെയ്ത് വരുന്നുണ്ടായിരുന്നു. പിന്നെ വേഗം ചൂണ്ടിയും കോട്ടൊക്കെ എടുത്ത് കാറിലിട്ട് വേഗം വണ്ടിയിൽ കയറി.